യുഗാന്ത്യ ദർശനങ്ങളിലെ മറ്റൊരു നിർണായകമായിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഒരു സംഭവമായിരുന്നു ബെനഡിക്റ്റ് മാർപ്പാപ്പയും ഞാനും തമ്മിലുള്ള ഒരു ആത്മീയ കൂടിക്കാഴ്ച, അല്ലെങ്കിൽ ഒരു ആത്മീയ ദർശനം, അല്ലെങ്കിൽ ഒരു ആത്മീയ സന്ദർശനം എന്നൊക്കെ തന്നെ പറയാം. അതിന് വ്യക്തമായിട്ട് എന്താണ് ഇപ്പോഴും പറയേണ്ടതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അപ്പോൾ ഇതൊരു വല്ലാത്ത ഒരു ആത്മീയ അനുഭൂതിയൊക്കെയായിരുന്നു. അപ്പോൾ അതിൻ്റെ സംഭവം എങ്ങനെയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ രാത്രി കിടന്നുറങ്ങുന്നു. അപ്പോൾ ഞാനിങ്ങനെ വലിയ ഒരു സ്വപ്നം, അല്ലെങ്കിൽ ശരിക്കും ഒരു ആത്മീയ പ്രതിഭാസം തന്നെയാണിത്. ഞാൻ റൂമിൽ മാർപ്പാപ്പയുടെ ഒഫീഷ്യൽ ചെയറിന് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ബെനഡിക്റ്റ് മാർപ്പാപ്പ എന്നോട് പറയുകയാണ്, അവസാനം വരെ സഹിച്ച് നിൽക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എങ്കിൽ മാത്രമേ ജീവൻ്റെ കിരീടം കിട്ടുകയുള്ളൂ എന്ന് എന്നോട് പറയുകയാണ്. അപ്പോൾ ഈ ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഇത്രയേ ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസാരം ഞങ്ങൾ തമ്മിൽ ഉണ്ടായി. എന്നിട്ട് അദ്ദേഹം എന്നെ ആശീർവദിക്കുന്ന ഒരു സ്വപ്നമാണ്, അല്ലെങ്കിൽ അനുഭവമാണ് ഉണ്ടായത്. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. അപ്പോൾ ഏകദേശം ഒരു 4-4:30 വെളുപ്പിന് ഒരു 4-4:30 മണിയായിട്ടുണ്ട്. ചാടി എഴുന്നേറ്റ് സത്യത്തിൽ എനിക്കൊരു 2-3 മിനിറ്റ് എടുത്തു എനിക്ക് എൻ്റെ സ്ഥലകാല ബോധം തിരിച്ചു കിട്ടാൻ. കാരണം അതേപോലത്തെ ഒരു സ്വപ്നമായിരുന്നു എനിക്കുണ്ടായത്. അങ്ങനെ വേറെ ചില സ്വപ്നങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്, അത് പിന്നീട് ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു സംഭവം എന്നെ വല്ലാതെ അങ്ങോട്ട് ആത്മീയമായിട്ട് ഉണർത്തുകയും ആ ദിവസങ്ങളിൽ മുഴുവൻ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും, പ്രത്യേകിച്ച് ബെനഡിക്റ്റ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയൊക്കെ ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ സംഭവം ഉണ്ടായി പിറ്റേ ആഴ്ച കൃത്യം ഒരു 8-ാം ദിവസമാണ് പെട്ടെന്ന് വാർത്ത വരുന്നത്, ബെനഡിക്റ്റ് മാർപ്പാപ്പ രാജിവെച്ചിരിക്കുന്നു എന്ന്. അത് ശരിക്കും ഈ വാർത്ത കേട്ടത് എനിക്ക് എന്താണ് പറയുന്നത്, എനിക്ക് വല്ലാത്ത അത്ഭുതമോ എന്താന്ന് പറയത്തില്ല, അതേപോലത്തെ ഒരു അവസ്ഥയായിപ്പോയി. പക്ഷെ ഞാൻ ഈ വിഷയമൊന്നും അങ്ങനെ അധികം ആരോടൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന് തക്കതായ ഒരു കാരണമുണ്ട്, അല്ലെങ്കിൽ ഈശോയുടെ വരവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ബന്ധം ഇതിനുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ ഫാത്തിമ സന്ദേശത്തിൽ പറയുന്നത് മാർപ്പാപ്പമാരുടെ കുറിച്ചൊക്കെ, എണ്ണത്തെക്കുറിച്ചും അവസാന മാർപ്പാപ്പമാരെക്കുറിച്ചൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അറിയാവുന്നവർക്കറിയാം. അത് സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്തു തന്നെയാണെങ്കിലും ഇന്നത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ അത് സത്യമാണ് എന്ന് ഞാൻ അങ്ങ് കരുതുകയാണ്. ഇതെൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടും കൂടിയാണ്. എന്തു തന്നെയാണെങ്കിലും ഈ മാർപ്പാപ്പ രാജിവെച്ച ആ ഒരു വാർത്ത എന്നെ വല്ലാതെ ആത്മീയമായിട്ട് ഉണർത്തുകയും കൂടുതൽ തീക്ഷ്ണമായിട്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, അതുപോലെ തന്നെ ആത്മീയ സഹോദരങ്ങൾ, അതായത് ക്രിസ്തീയ സഹോദരങ്ങൾക്ക് വേണ്ടി, ക്രിസ്തീയ വിശ്വാസികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടുള്ള വലിയൊരു പ്രചോദനമായി. അതിനുശേഷം നമുക്കറിയാം, ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ദർശനം വളരെ അർത്ഥവത്താണ്. കാരണം സഹിക്കാതെ, അത് വിശ്വാസ തലങ്ങളിലും ആത്മീയവും ഭൗതികവും വിശ്വാസപരമായിട്ടുള്ള എല്ലാ തരങ്ങളിലും വലിയ സഹനങ്ങളിലൂടെ കടന്നു പോയി തന്നെ പറ്റത്തുള്ളൂ. അതിലെല്ലാം പിടിച്ചു നിൽക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവൻ്റെ കിരീടം, ഈശോയുടെ രാജ്യത്ത് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ എന്ന് ഇന്നത്തെ സിറ്റുവേഷനിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊരു വല്ലാത്ത ഒരു അനുഭവമായി, സ്വപ്നമായിരുന്നു, അല്ലെങ്കിൽ അതിനെന്താണ് പറയുന്നത് അറിയത്തില്ല. എന്തു തന്നെയാണെങ്കിലും ഇതെൻ്റെ ജീവിതത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു. അതുപോലെ തന്നെ ഇത് ഈശോയുടെ 2-ാം വരവിന് മുമ്പായിട്ടുള്ള അതിനിർണായകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ രാജി.